ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2373. ഇന്ന് ജൂൺ മാസം 30 ഈ ആണ്ടിലെ 181 ദിവസത്തിലെത്തി. അങ്ങനെ 6 മാസത്തിന്റെ അവസാന ദിനത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്നൊരു വലിയ പെരുന്നാൾ ദിനമാണ്. 12 അപ്പോസ്തലന്മാരെയും സഭ ഒരുമിച്ച് പൊതുവായി ഓർക്കുകയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടില്ലേ? ആ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടതിന് യേശു ഒലിവുമലയിലേക്ക് ചെല്ലുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയില് രാത്രി മുഴുവൻ അവിടെ ചെലവഴിക്കുന്നു. നേരം വെളുത്തപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരുടെ സമൂഹത്തെ അടുക്കൽ വിളിച്ചു. അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് വിളിച്ചു. ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എപ്പോഴും യേശുവിന്റെ ഒപ്പം. അതിനകത്തുള്ള ഒരു ചെറിയ സർക്കിളായിരുന്നു അവന്റെ ശിഷ്യന്മാരുടെ സമൂഹം എന്ന് പറയുന്നത്. ആ ശിഷ്യന്മാരുടെ സമൂഹത്തിന്റെ അകത്തു നിന്ന് അവൻ അതിലും ചെറിയ ഒരു കൂട്ടത്തെ തിരഞ്ഞെടുക്കുകയാണ്. അവരെ അവൻ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു, അതും 12 ആളുകളെ. ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് യേശു എന്തുമാത്രം കാര്യമായിട്ടാണ് പ്രാർത്ഥിച്ചത്? സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മതി. മാത്രമല്ല, ബുദ്ധിയുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മുടെ സമീപത്തുണ്ട്. അവരോടും കൂടെ ആലോചിക്കാം. പക്ഷേ ക്രിസ്തുയേശു അങ്ങനെ ആയിരുന്നില്ല. നമ്മളും എല്ലാ കാലവും എല്ലാ കാര്യങ്ങളും ഇപ്പോ ഗൂഗിളിനോട് ചോദിക്കാവുന്നതാണ് പറയുക. ദൈവത്തിന് മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്നെ സഹായിക്കാനാവുള്ളൂ. അത് മനസ്സിലാക്കുകയാണ് യേശു തന്റെ പിതാവിനോട് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ മിണ്ടിക്കൊണ്ടേയിരുന്നത്. തന്നോട് കൂടെ ഇരിപ്പാനായിട്ട്, ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടി ഒരു ചെറു സംഘത്തെ തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തോട് കൂടെ ഇരിക്കുന്നവർ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവർ, നിസ്വാർത്ഥമായി ജനത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കാനായിട്ട് ക്രിസ്തുയേശു ഒരു രാത്രി മുഴുവൻ കാര്യമായി ഒരുങ്ങിയിട്ടുണ്ട്. ശരിക്കും യേശുവിന്റെ ഒരുക്കം ആ തലേ രാത്രി മാത്രമായിരുന്നില്ല, എപ്പോഴേ ആരംഭിച്ചതായിരിക്കാം. കുറെ കൂടി നമ്മളും ദൈവത്തോട് സംസാരിക്കുന്നവരാവണ്ടേ? അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്നവരാകണമെങ്കിൽ നമ്മുടെ പുറത്തുള്ള പല സംസാരങ്ങളെയും ഒന്ന് ഒതുക്കണ്ടേ, ഒന്ന് ഒരുക്കിയെടുക്കണ്ടേ, കുറെയൊക്കെ നിയന്ത്രിക്കണ്ടേ. സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഒരു നിശബ്ദത കയറി വരും. ഒരു നിശബ്ദതയെ സ്നേഹിച്ചു തുടങ്ങണ്ടേ? അങ്ങനെ ക്രിസ്തുയേശു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെ സഭയിൽ നിന്ന് ആദരവോടെ അനുസ്മരിക്കുമ്പോൾ അവർ കണ്ടെത്തിയ ഒരു യേശുവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ പ്രഘോഷിച്ച ഒരു യേശുവിനെ കുറിച്ചാണ്. തങ്ങളുടെ പ്രാണനെ പോലും അർപ്പിച്ചത് ആ യേശുവിന് വേണ്ടിയിട്ടായിരുന്നു. ആ ശിഷ്യന്മാർ കണ്ടെത്തിയ യേശുവിനെ കാര്യമായി നമ്മളും അന്വേഷിച്ചിറങ്ങി മതിയാവും. അത് സുവിശേഷത്തിന്റെ താളുകളിൽ നിന്നും പിന്നെ നമ്മൾ ജീവിക്കുന്ന പരിസരത്തു നിന്നുമൊക്കെ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.